ആദ്യമായിട്ട് എന്നെ കൃപാസനത്തിലെത്തിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ആദ്യം നന്ദി പറയണു. എൻ്റെ വീട് എറണാകുളം അതിരൂപതയിൽ ആലുവയ്ക്കടുത്ത് പ്രസന്നപുരമാണ്. എൻ്റെ പേര് ജോസ്. ഞാനിവിടെ അമ്മയുടെ അടുത്ത് വന്നത് എൻ്റെ ഭാര്യ ഇവിടെ വന്ന് 2018 ഉടമ്പടി എടുത്തിരുന്നു. അപ്പോൾ ഭാര്യ എനിക്ക് മദ്യപാനം 25 വർഷമായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിൽ ഭാര്യ മദ്യപാനത്തിൻ്റെത് വെച്ചിരുന്നു. ഭാര്യ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞാൻ മദ്യപാനം നിർത്തി. പിന്നെ എൻ്റെ ഭാര്യയുടെ 2 അനുജത്തിമാർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അപ്പോൾ അവരും എന്നെ നിർബന്ധിക്കും, ചേട്ടൻ പോയി ഉടമ്പടി എടുക്ക്. അങ്ങനെ ഞാൻ വന്ന് 26/7/2024 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് എനിക്കൊരു ഭവനം വേണമെന്നായിരുന്നു. ഞാനൊരു ഡ്രൈവറാണ്. ഞാനൊരു വണ്ടി എടുത്ത് കുറച്ച് കടങ്ങളും ഒക്കെ വന്നു. ബാങ്കിലെല്ലാം പ്രശ്നങ്ങളായി. എനിക്ക് ഒരു ബാങ്കിലും ലോൺ കിട്ടില്ല. ഞാൻ ഈ വീട് വയ്ക്കാൻ വേണ്ടി പല ബാങ്കുകളിൽ 4 ബാങ്കിൽ കയറി ഇറങ്ങി. എനിക്ക് ലോൺ തരില്ല, സിവിൽ സ്കോർ കുറവാണ്, സിവിൽ സ്കോർ ഇല്ല, അതുകൊണ്ട് ലോൺ തരില്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഞാനിവിടുത്തെ വെഞ്ചരിച്ച ഉപ്പും തൈലവും എണ്ണയും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ ഉപ്പ് കയ്യിൽ പിടിച്ച ഒരു ബാങ്കിൽ ചെന്ന് ഞാൻ അവിടെ കയറുന്നതിന് മുമ്പ് ആ സ്റ്റെപ്പിൽ അല്പം ഉപ്പ് ഇട്ട് ഞാൻ ആ ബാങ്കിൽ കയറി. ആ മാനേജറായിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ സിവിൽ സ്കോർ വളരെയധികം കൂടിയിട്ടുണ്ടെന്ന് ആ മാനേജർ പറഞ്ഞു. എനിക്ക് ലോൺ പാസ്സാക്കി തന്നു. അതിനുശേഷം 2025 ഫെബ്രുവരിയിൽ ഞാൻ പുരയുടെ പണി ആരംഭിച്ച ആദ്യഘട്ടം പൂർത്തിയാക്കി. തറയുടെ പണിയെല്ലാം കഴിഞ്ഞു. എനിക്ക് 3 ഘട്ടമായിട്ടാണ് ഹൗസിംഗ് ലോൺ തരുന്നത്. ആദ്യഘട്ടം തന്ന് എനിക്ക് അത് പണി മുകളിലേക്ക് തുടങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, എൻ്റെ ഭാര്യ എന്നും രാവിലെ വീട് പണി ആരംഭിക്കാൻ എന്ന് തുടങ്ങും എന്ന് ചോദിക്കും. ഞാൻ പറയും തുടങ്ങാം, സാമ്പത്തികമില്ലാതെ ഇത് മുകളിലേക്ക് തുടങ്ങാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ തുടങ്ങാമെന്ന് പറയും. എല്ലാ ദിവസവും രാവിലെ ഭാര്യ വന്ന്, ഞങ്ങൾ വീട് പൊളിച്ചതിന് ശേഷം തൊട്ടടുത്ത് വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഭാര്യ വന്ന് മാതാവിൻ്റെ ഉപ്പ് ആ തറയിൽ പണിതതിൻ്റെ മുകളിൽ രാവിലെ ഇട്ട് പ്രാർത്ഥിക്കും. അതിന് ഫലമായി ഞങ്ങൾ വീട് പണി പെട്ടെന്ന് ആരംഭിച്ചു. ഞങ്ങളുടെ കയ്യിലുണ്ടായ കുറച്ച് ഫണ്ടൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾ വീട് പണി ആരംഭിച്ചു. ഇത് പണി വാർത്തിട്ടതിന് ശേഷം പിന്നെയും പണി തടസ്സപ്പെട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെയധികമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ വാടക വീട്ടിൽ നിന്ന് മാറിയിട്ട് വേണം എൻ്റെ ഈ പുതിയ വീട്ടിലേക്ക് മാറണം. അപ്പോൾ എൻ്റെ മകള് വിവാഹം കഴിഞ്ഞ ആൾ പ്രഗ്നൻ്റാണ്. അപ്പോൾ ഈ പുതിയ വീട്ടിൽ വെച്ചാണ് നമുക്കത് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ നല്ലതെന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ ബാങ്കിൽ പൈസ അനുവദിച്ചു. ഞാൻ 1 വർഷം കൊണ്ട് വീട് പണി പൂർത്തിയാക്കാം, ഡിസംബർ ലാസ്റ്റ് കയറി താമസിക്കാമെന്നാണ് ഞാൻ പറയണേ. അങ്ങനെ പറഞ്ഞ് ഞാൻ ഉത്രാടത്തുനാളെന്ന് ഞാൻ എൻ്റെ പുതിയ പുരയിലേക്ക് 7 മാസം കൊണ്ട് എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കി. ഞാൻ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ മാറി താമസിച്ചു. മാതാവിന് 1000 നന്ദി. പിന്നെ ഞാൻ മദ്യപിച്ച കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ വളരെ പുറകോട്ടായിരുന്നു. പള്ളിയിൽ പോകൽ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം പള്ളിയിൽ പോവുക, കുമ്പസാരിക്കൽ, ക്രിസ്മസ്, ഈസ്റ്റർ, പള്ളി പെരുന്നാൾ അങ്ങനെയുള്ള ദിനങ്ങളിൽ മാത്രം ഞാൻ കുമ്പസാരിക്കുന്ന ഒരാളായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് 2 ആഴ്ച എത്തുമ്പോൾ കുമ്പസാരിക്കാൻ സാധിക്കുന്ന സമയത്ത് 2 ആഴ്ച എത്തുമ്പോൾ കുമ്പസാരിക്കും, അല്ലെങ്കിൽ മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഞാൻ പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കും. എൻ്റെ വണ്ടിക്ക് ഓട്ടമില്ലാത്ത എല്ലാ ദിവസവും ഞാൻ ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് വരുന്ന ഒരാളാണ്. പിന്നെ മാതാവ് തന്നൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എൻ്റെ മകൾ വന്നിട്ടില്ല. എൻ്റെ മകള് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഉടമ്പടി പുതുക്കണേ. ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തതിൽ ഫലമായി എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിൽ വെച്ചു, മാതാവേ എൻ്റെ മകൾക്കൊരു കുട്ടി ഉണ്ടാകണമെന്ന്. ഞാനിവിടെ ഉടമ്പടിയിൽ എഴുതി പിന്നത്തെ മാസം അവൾ പ്രഗ്നൻ്റായി. ഇപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞു വാവേനെ മാതാവ് ആൺകുട്ടിയെ തന്ന് അനുഗ്രഹിച്ചു. എൻ്റെ മകളും ഹസ്ബൻഡും കൂടി ഒരു ദിവസം ഇവിടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഒരു ചേച്ചിമാർ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ക്യാൻസർ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതിനകത്ത്
പങ്കാളിയാവുക. പിന്നെ പ്രായമായ രോഗികളെ സന്ദർശിക്കാൻ കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ പോയി സന്ദർശിക്കും. പിന്നെ വൃദ്ധരായ ഓരോരുത്തർ റോഡിൽ ഭക്ഷണത്തിന് വിശന്നിരിക്കുമ്പോൾ ഞാൻ വണ്ടിയിൽ പോകുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ഭക്ഷണം മേടിച്ചു കൊടുത്ത് അവരെ സഹായിക്കാറുണ്ട്. ഇത്രയും മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്കും ഞാൻ എല്ലാം നന്ദി പറയുന്നു. പിന്നെ കുടുംബ പ്രാർത്ഥനയിൽ ഒരു ദിവസം പോലും ഞാൻ മുടങ്ങാറില്ല. മാതാവിനും നന്ദി, ഈശോയ്ക്കും നന്ദി. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായി ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവൂദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം 3-ാം വചനമാണിത്. ദൈവത്തിൻ്റെ ക്ഷണം ഒരു വാഗ്ദാനമാണ്. ഈശോയുടെയും അമ്മയുടെയും അടുക്കിലേക്ക് വരാനും കേൾക്കാനുമുള്ള ഒരു ക്ഷണം. എല്ലാവർക്കും തുറന്നു കൊടുക്കുന്ന ഒരു വലിയ കൃപയുടെ ഒരു ആലയമാണ് ഈ ആലയം. വില കൊടുക്കാതെ ലഭിക്കുന്ന ആത്മീയ സമൃദ്ധിയിലേക്കുള്ള ഒരു വിളിയാണ് ഈശോയുടെയും അമ്മയുടെയും ഈ വിളി. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കുമെന്ന് പറഞ്ഞ ഒരു വിളി. ജോസ് KP എന്ന സഹോദരൻ്റെ സാക്ഷ്യത്തിൽ നിന്നും നമ്മൾക്ക് വളരെ വ്യക്തമാണ് ഈശോയുടെയും അമ്മയുടെയും ആ വിളി കേട്ട് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു സാക്ഷിയായിട്ടാണ് ഈ സഹോദരൻ നമ്മുടെ ഇടയിൽ നിന്ന് നിൽക്കുന്നത്. ആദ്യം വൈഫ് വന്ന് പ്രാർത്ഥിച്ചു. 25 വർഷമുള്ള മദ്യപാനത്തിൽ നിന്നുള്ള വിമുക്തിക്ക് വേണ്ടിയിട്ടാണ്. ആ പ്രാർത്ഥന ഈശോ കേട്ടു. പിന്നീടാണ് ഈശോയുടെ അമ്മയുടെ അരികിലേക്ക് വന്നപ്പോഴാണ് ഒരു പുത്തൻ വഴിത്തിരിവ് ഈ സഹോദരൻ്റെ ജീവിതത്തിലുണ്ടായത്. സ്വന്തമായി ഉടമ്പടി എടുത്ത് പിന്നെ മുന്നോട്ടൊരു നല്ലൊരു ജീവിതം നയിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ഒരു ഭവനത്തിനായി നിയോഗം വെച്ച് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പല ബാങ്കുകളിലും പോയി ഹൗസിംഗ് ലോണിന് വേണ്ടിയിട്ട് 4 ബാങ്കിൽ പോയിരുന്നു. പിന്നീടാണ് തൻ്റെ മെറിറ്റ് ഇല്ലാതായപ്പോൾ ഇനി ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. 5ാമത്തെ ബാങ്കിൽ പോയപ്പോൾ ഉടമ്പടി തൈലവും ഉപ്പും ഉടമ്പടി വസ്തുക്കളെല്ലാം കൈകളിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 5ാമത്തെ ബാങ്കിൽ നിന്ന് സിവിൽ സ്കോർ കുറവാണെങ്കിലും ആ ലോൺ പാസ്സായി ഹൗസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരം ദൈവം ഒരുക്കി കൊടുത്തത്. ഇവിടെയാണ് നമുക്ക് കാണാവുന്നത്, പലപ്പോഴും നമ്മുടെ മെറിറ്റ് ഇല്ലാതാകുമ്പോൾ, നമ്മുടെ യോഗ്യതകൾ ഇല്ലായിരുന്നാലും നമ്മുടെ കൈകളിൽ ഒതുങ്ങാതാകുമ്പോഴാണ് ഈശോയുടെയും അമ്മയുടെയും കരങ്ങളിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുന്നത്. അപ്പോഴാണ് അവരുടെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നത്. ഈ സഹോദരൻ്റെ ജീവിതത്തിലും സിവിൽ സ്കോർ ഇല്ല, നമുക്ക് മെറിറ്റ് ഇല്ല. പക്ഷേ കർത്താവിൻ്റെ അമ്മയുടെയും ഗ്രേസ്, കൃപയാണ് ഇവിടെ പ്രവർത്തിച്ചത്. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതും ഈശോയുടെ അമ്മയുടെയും കൃപയാലും ഈ മകന് ഉടമ്പടി നിയോഗത്തിലൂടെയാണ് ഒരു നല്ലൊരു ഭവനം നിർമ്മിക്കാനുള്ള സ്റ്റാർട്ടായത്. പിന്നെയാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ. 1 വർഷമാണ് അവർ കാത്തിരുന്ന ഈ ഭവനം പണി തീർക്കുവാനായിട്ട്. അവിടെയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 1 വർഷം എന്നുള്ളത് 7 മാസമായിട്ട് ചുരുക്കി കൊടുത്ത് ഈ മക്കൾക്ക് വാടക വീട്ടിൽ നിന്ന് സ്വന്തം ഭവനത്തിലേക്ക് മാറുവാൻ സാധിച്ചത്. പലപ്പോഴും ഈ മക്കളുടെ ജീവിതത്തിൽ, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യം നമ്മൾ പല രീതിയിലാണ് കാണുന്നത്. പലതരത്തിലും നമ്മൾക്ക് യോഗ്യതകളില്ലെങ്കിലും അവിടെയെല്ലാം നമ്മുടെ ഡീമെറിറ്റുകളെല്ലാം മെറിറ്റാക്കി മാറ്റുകയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വന്ന് എല്ലാം ചുരുക്കി തരികയുമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. പ്രേക്ഷിത പ്രവർത്തനത്തിൽ ആത്മീയ ജീവിതത്തിലുമുള്ളൊരു വലിയൊരു മാറ്റവുമുണ്ട്. കുടുംബത്തിൽ സമാധാനവും ശാന്തിയുണ്ട്. കൂടുതലും മുന്നോട്ട് ഈശോയെ കൂടുതൽ അറിയുവാനും ഉടമ്പടി മക്കൾക്ക് മാത്രം സാധിക്കുന്നതാണ്. നമ്മൾക്കും ഉടമ്പടി ജീവിതത്തിലൂടെ ദൈവവചനം കേട്ട് ഈശോയുടെയും അമ്മയുടെയും അടുക്കൽ വന്ന് നമുക്കും പുതുജീവൻ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ ഒരിക്കലും പരാജയപ്പെടുന്നവനല്ല. നമുക്ക് ദൈവത്തിൽ വിശ്വസിച്ച് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ നയിക്കാം. ജോസ് KPക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.